ഓപ്പറേഷൻ തുഫാൻ ദ നർക്കോ ഹണ്ട്. കേരളത്തിലുടനീളം ഈ മയക്കുമരുന്നിന്റെ വേരറക്കാൻ വേണ്ടി കേരള ബ്ലോഗർമാരെയും ഞാൻ ക്ഷണിക്കുന്നു. നിങ്ങൾ വേണം. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. UDF സർക്കാർ വരുന്നതിന് ശേഷം ഒരുപാട് വാഗ്ദാനങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. വരുന്നതിന് മുമ്പേ നൽകിയിട്ടുണ്ട്. അതായത് പെൻഷൻ വർധനവ്, ഈ പറയുന്ന 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ്, സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നു തുടങ്ങി ഞെട്ടിപ്പോകുന്ന കുറേ വാഗ്ദാനങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതൊക്കെ പ്രാവർത്തികമാക്കോ എന്നുള്ളത് നമുക്ക് കണ്ട് തന്നെ അറിയണമെന്നുള്ളതാണ്. അത് വെറും വോട്ട് പിടിക്കാനുള്ള വാഗ്ദാനങ്ങൾ മാത്രമായിരുന്നു, അതോ പ്രാവർത്തികമാക്കുമോ എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം. പക്ഷേ എനിക്ക് ഇവരുടെ സർക്കാർ വന്നതിന് ശേഷം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമുണ്ട്. അതായത് ഓപ്പറേഷൻ തൂഫാൻ ദ നർക്കോ ഹണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സർക്കാർ തുടങ്ങിയ ഒരു സാധനം ഞാൻ അതേ കൈയടിച്ച് പാസ്സാക്കിയാണ്. അടിപൊളി. ഈ പറയുന്ന UDF സർക്കാർ വന്ന ആ സമയം തന്നെ നമ്മുടെ VD സതീശൻ മുഖ്യമന്ത്രിയും നമ്മുടെ ആഭ്യന്തര മന്ത്രി രമേശ് ചെന്നിത്തലയും കൂടി ചേർന്നുകൊണ്ട് എടുത്ത ഒരു തീരുമാനമുണ്ട്. ഓപ്പറേഷൻ തുഫാൻ ദ നർക്കോ ഹണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ കേരളത്തിൽ ഈ മയക്കുമരുന്ന് എന്ന് പറയുന്നത് വ്യാപകമാണ്. കൊച്ചു കുട്ടികൾ തൊട്ട് നിങ്ങളുടെ ഒക്കെ കുടുംബത്തിലെ കുറച്ച് പേര് ഒരു ബന്ധുക്കളുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ 100-200 കുട്ടികൾ ഇതിന് അടിമയാണ്. മനസ്സിലായോ? ഈ ഒരു സംഭവത്തിന് അടിമ അത്രത്തോളം വേരുറച്ചുപോയ ഒരു സംസ്ഥാനമായിട്ട് മാറിയിട്ടുണ്ട്. മയക്കുമരുന്ന്, MDMA അങ്ങനെ പോലുള്ള എല്ലാവർക്കും എവിടെയും സുലഭമായി കിട്ടുന്നു. ഒരുതനെ പിടിക്കുന്നു, പിടിച്ചു കഴിഞ്ഞാലും ഇവരെ കുറച്ചു മാസം അകത്ത് കിടക്കുന്നു, വീണ്ടും വെളിയിറങ്ങുന്നു, വീണ്ടും പിടിക്കുന്നു. കുറെ സീരിയൽ താരങ്ങൾ, സെലിബ്രിറ്റീസ്, പെൺകുട്ടികൾ, ഇതൊക്കെ ഇവരുടെ നിരന്തരം പിടിച്ചാൽ ഒരു പ്രശ്നം, അവർക്കൊന്നും ഒരു പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ എന്തോ ഞാൻ വലിയ മഹത്തായ കാര്യം ചെയ്തു എന്ന് എന്നുള്ള ലാഘവത്തോടുകൂടി അവർ പോലീസ് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അവർ പോകുന്നത് തിരിച്ച് ഒരു തേങ്ങ ഇല്ലാതെ അവർ തിരിച്ചു വരുന്നത് വീണ്ടും ഇത് തന്നെ ചെയ്യും. അങ്ങനെ വളരെ സുലഭമായിട്ട് വളരെ രീതിയിൽ വ്യാപിച്ചു പോയ ഒരു സാമൂഹിക വിപത്തായിരുന്നു ഈ പറയുന്ന മയക്കുമരുന്ന് ശൃംഖല എന്നുള്ളത്. അതിനെ തടയിടാൻ വേണ്ടിയിട്ട് സർക്കാർ കൊണ്ടുവന്നൊരു സാധനമാണ് ഓപ്പറേഷൻ തൂഫാൻ ദ നർക്കോ ഹണ്ട് എന്ന് പറയും. അതിന് ഞാൻ വളരെ അതായത് എല്ലാവരും, ഇത് കേൾക്കുന്ന എല്ലാവരും ഈ രാഷ്ട്രീയ ഭേദമന്യേ ഇതിനെ അംഗീകരിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത് കിടിലമായിട്ടുള്ളൊരു സംഭവം. ഇങ്ങനെ ഒരു തീരുമാനം കൊണ്ടുവരിക മാത്രമല്ല, അടിപൊളിയായിട്ട് അതിന് വർക്കും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് എനിക്ക് തോന്നുന്നു ജൂൺ 2-നാണ് ഇത് ഈ ഒരു സംഭവം കൊണ്ടുവരുന്നത്. അതിനുശേഷം ഏതാണ്ട് 800ഓളം ആൾക്കാരെയാണ് അവർ പിടിച്ചത്. 800ഓളം ആൾക്കാരെ ഇതിനടക്കം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുമല്ല, വ്യാപകമായിട്ട് ഇതിനെക്കുറിച്ച് ഒരു ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. അതിനേക്കാൾ ഉപരി നമ്മുടെ വ്ളോഗേഴ്സിനെ ഇതിലോട്ട് ഉൾപ്പെടുത്താനും കൂടി ഇവർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത്. കാരണം ഈ വ്ളോഗേഴ്സിന് അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ പലയിടത്തും പോയി വ്ളോഗ് ചെയ്യുന്നവർക്കൊക്കെ ഇതിനെപ്പറ്റി അറിയാൻ സാധിക്കും. ഇന്നടുത്ത് ഇന്നതുപോലെയാണ്. അപ്പൊ അത് ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് അവരെയും കൂടി കൂട്ടുപിടിച്ചുകൊണ്ട് വളരെ വിദഗ്ധമായിട്ട് ഇത് മയക്കുമരുന്ന് ശൃംഖല വേരോടെ തന്നെ അറക്കാനുള്ള കിട്ടിയ ഒരു സാധനം അവർ ചെയ്യുന്നുണ്ട്. അവയൊക്കെ സംബോധന ചെയ്തുകൊണ്ട് നമ്മുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. നമുക്കതൊന്ന് കാണാം. ആദ്യം ഫുള്ളാ കണ്ടതിന് ശേഷം ഇത് എങ്ങനെയാണ് വർക്ക് ആവുന്നത് എന്ന് കൂടി നമുക്ക് നോക്കാം. നമ്മളൊരു വലിയ മഹായുദ്ധത്തിലാണ്. ആ യുദ്ധം ഭാവി തലമുറയ്ക്ക് വേണ്ടിയുള്ളതാണ്. ഓപ്പറേഷൻ തുഫാൻ ദ നർക്കോ ഹണ്ട്. കേരളത്തിലുടനീളം ഈ മയക്കുമരുന്നിന്റെ വേരറക്കാൻ വേണ്ടി കേരള പോലീസ് നടത്തുന്ന ഒരു വലിയ ദൗത്യമാണ്. ഈ ദൗത്യത്തിൽ എല്ലാ ബ്ലോഗർമാരെയും ഞാൻ ക്ഷണിക്കുന്നു. നിങ്ങൾ വേണം ഇത് ജനങ്ങളിൽ എത്തിക്കാൻ. ബ്ലോഗർമാരുടെ പ്രവർത്തനങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. ധാരാളം സാമൂഹ്യ പ്രശ്നങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. സമർത്ഥമായ നിലയിൽ അത് പരിഹാരം കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഈ മാസം 22-ാം തീയതി തിരുവനന്തപുരത്ത് YMCAയിലേക്ക് രാവിലെ 11:30 മണിക്ക് ക്ഷണിക്കുന്നത്. എല്ലാവരും എത്തിച്ചേരണം. ഭാവി തലമുറയെ നമുക്ക് രക്ഷിക്കണം. ഈ മയക്കുമരുന്നിന്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കണം. അതിനുവേണ്ടി ഒരു കൂട്ടായ്മ ഉണ്ടാകണം. അതിന് ഏറ്റവും കൂടുതൽ ജനങ്ങളുമായി സംവദിക്കുന്ന നിങ്ങളെ തന്നെ വിളിച്ചു കൂട്ടാൻ ഞാൻ തീരുമാനിച്ചത് അതുകൊണ്ടാണ്. ഓക്കെ, എല്ലാ വ്ളോഗർമാർക്കും സത്യം പറഞ്ഞാൽ ഒരു മന്ത്രിസ്ഥലത്ത് നിന്ന് നമ്മളെപ്പോലുള്ള ബ്ലോഗേഴ്സിന് അല്ലെങ്കിൽ ഈ പറയുന്ന ഓൺലൈൻ മീഡിയാസിന് ഒരു അംഗീകാരം കിട്ടുന്നത് ഇപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ഓർമ്മയിൽ കേട്ടോ. അപ്പോൾ ഇവർക്കറിയാം, ഇവരെ കൂടി കൂട്ടുപിടിച്ചാൽ മാത്രമേ ഇത് കൃത്യമായിട്ട് നടക്കത്തുള്ളൂ. നമ്മൾ ഒരുപാട് സാമൂഹിക വിഷയങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഒരു പേടിയില്ല. നമുക്ക് ഈ റിയാക്ഷൻ ചാനലുകൾക്കൊക്കെ വരുന്ന തെറിവിളികൾ, കാരണം നമ്മളൊരു വിഷയം പറയുമ്പോൾ അത് ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും കാണും. എന്തുമാത്രം ഈ പറയുന്ന ഭീഷണികളാണ് വരുന്നത് എന്നൊക്കെ അവർക്കേ അറിയാവൂ എന്നുള്ളതാണ്. അപ്പൊ അവരെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ വരുന്ന 22-ാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് ഇതിനൊരു മീറ്റിംഗ് ഉണ്ടാവും. അവിടെ എല്ലാവരും നിങ്ങൾ വരണമെന്നാണ് പുള്ളി പറയുന്നത്.
എല്ലാവരും വരണം, നമുക്ക് ഒത്തുചേരണം. ഈ ലഹരി മാഫിയയുടെ വേരറക്കാൻ ഒരുമിച്ച് നിൽക്കണം. ഇവർ വലിയ സമ്പന്ന ശക്തികളാണ്. അവരുടെ കയ്യിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കാനുള്ള ഈ ദൗത്യം ബ്ലോഗർമാരും കൂടി ചേർന്ന് നടത്താൻ ഈ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നു, ആഭ്യന്തര വകുപ്പ് ആഗ്രഹിക്കുന്നു. എല്ലാവരും തിരുവനന്തപുരം YMCAയിൽ ജൂൺ മാസം 22 രാവിലെ 11 മണിക്ക് എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. നമ്മളെയൊക്കെ അപ്പോൾ 22 തിരുവനന്തപുരം YMCയിലാണ് സംഭവം. എല്ലാ വ്ളോഗർമാരും പിന്നെ ക്ഷണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇത് ചാലുപ്പയ്യാടിന്റെ പിന്നീട് ഐഡിയയാണ് വന്നത്. ചാലുപ്പയ്യാട് പറയുന്നതും കൂടി കേൾക്കാം. മക്കളുടെ ഭാവിയാണ്. വരും തലമുറയെ നമ്മൾ വേണം ചേർത്ത് പിടിക്കാൻ. അവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയും നല്ലൊരു കേരളത്തിന്റെ ഒരു കാവലാളെ കിട്ടിയിട്ട് നമ്മളത് ഉപയോഗിച്ചില്ലെങ്കിൽ നാളെ നമ്മൾ ദുഃഖിക്കേണ്ടി വരും. അത് ഉറപ്പാണ്. കാരണം എനിക്ക് 2 പെൺകുട്ടികളാണ്. സ്വാഭാവികമായിട്ട് എൻ്റെ മക്കൾ എവിടെയാണ് പഠിക്കാൻ പോണത് അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ സേഫ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇത്ര നല്ലൊരു കാവലാളെ നമുക്ക് കിട്ടുമ്പം നമ്മളത് ഉപയോഗിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ട് ഭാവിയിൽ നമ്മളത് ദുഃഖിക്കേണ്ടി വരും. ഓക്കെ, വളരെ നല്ലൊരു കാര്യം തന്നെയാണ് ഷാലുപ്പയ്യാട് പറഞ്ഞത്. ഇതിനെയൊക്കെ ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ എന്താണ് രാഷ്ട്രീയം നോക്കാതെ തന്നെ നമുക്ക് ഇതൊക്കെ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ കുടുംബത്തിൽ തന്നെ കയറി വരാമെന്നുള്ളതാണ്. നമുക്ക് കുടുംബമായിട്ട് ജീവിക്കുന്ന നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ ഭാവി തലമുറ ഒക്കെ നശിച്ചു പോകുന്ന ഏറ്റവും വലിയൊരു വിപത്താണ് ഈ പറയുന്ന മയക്കുമരുന്ന് എന്നുള്ളത്. അത് വേരോടെ അറക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൂടെ നിൽക്കുന്നത്. വ്ളോഗേഴ്സ് മാത്രമല്ല, ഇപ്പം നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് അറിയിക്കുക. അത് അറിയിക്കാനുള്ള നമ്പർ ഒക്കെ ഞാൻ പറഞ്ഞു തരാം. അതായത് ഇത് എങ്ങനെയാണ്, പ്രധാന തന്ത്രങ്ങളും പ്രവർത്തന രീതികളും എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെയും രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെയും സഹായത്തോടെയാണ് സംസ്ഥാന പോലീസ് മേധാവി രാവട എ ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലാണ് ഈ ഓപ്പറേഷൻ നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഇതുവരെ സംസ്ഥാനത്തെ 84 പോലീസ് സബ് ഡിവിഷനുകളിലായി 16 അംഗങ്ങൾ വീതമുള്ള 4 പ്രത്യേക സ്ക്വാഡുകളെ ഇതിനായി നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മനസ്സിലായോ? മയക്കുമരുന്നിന്റെ ഉറവിടവും അന്തർ സംസ്ഥാന വിതരണ ശൃംഖലയും കണ്ടെത്താൻ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പ്രത്യേക വിജിലൻസ് വിങ്ങുമുണ്ട്. ഓക്കെ, പിന്നെ സൈബർ നിരീക്ഷണമുണ്ട്. ഡാർക്ക് വെബ് പോലുള്ള സൈബർ നിരീക്ഷണങ്ങളുണ്ട്. ഓൺലൈൻ ലഹരി വിൽപ്പന തടയാൻ പ്രത്യേക സൈബർ സെല്ലുകളും രംഗത്തുണ്ട്. വകുപ്പുകളുടെ ഏകോപനം, ഏതൊക്കെ വകുപ്പുകൾ ചേർന്നാണ് ഇത് നടത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സൈസ്, ആരോഗ്യം, വിദ്യാഭ്യാസ രംഗത്തെ മേഖലയിൽ ഇത് കൂടുതലുണ്ട്. അതുപോലെ ആരോഗ്യം, എക്സൈസ്, ഉന്നത വിദ്യാഭ്യാസം എന്നീ വകുപ്പുകളുമായി ചേർന്നാണ് വിദ്യാലയങ്ങൾക്ക് സമീപമുള്ള പരിശോധനകൾ ശക്തമാക്കുന്നത് എന്നുള്ളതാണ്. ഇതുവരെയുള്ള പ്രധാന നേട്ടങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അറസ്റ്റ് ഇതുവരെ ഏതാണ്ട് 795-ലധികം ആളുകളുടെ അറസ്റ്റ് ചെയ്യുകയും 100 കണക്കിന് കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. അത് ചെറിയ കാര്യമല്ല. ഇവർ വന്നിട്ട് ഇത്രയും കുറഞ്ഞ ദിവസം കൊണ്ട് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ടുവരിക മാത്രമല്ല, ശക്തമായി ടവേന തന്നെ അതെന്ത് ചെയ്തു, അത് പ്രാവർത്തികമാക്കുകയും ഇത്രയും പേരുടെ അറസ്റ്റ് ചെയ്യും. അതായത് 800ഓളം പേരുടെ അറസ്റ്റ്, 100ഓളം പിന്നീട് ഈ പറയുന്ന കേസ് രജിസ്റ്റർ ചെയ്യുന്ന വെച്ചാൽ നമുക്ക് കൈയടിച്ച് പാസ്സാക്കേണ്ടി തന്നെ വരും. കാരണം നമുക്കെല്ലാവരും, നമ്മൾ ഉൾപ്പെടെ നമ്മുടെ സമൂഹം തന്നെ പിന്നെ നശിച്ചു പോകുന്ന ഒരു വലിയൊരു വിപത്താണ് ഈ പറയുന്ന മയക്കുമരുന്ന് എന്നുള്ളത്. ലഹരി മാഫിയ തലവന്മാർ കേരളത്തിലേക്ക് വൻതോതിൽ സിന്തറ്റിക് മയക്കുമരുന്ന് എത്തിച്ചിരുന്ന നൈജീരിയൻ സ്വദേശി ഉൾപ്പെടെയുള്ള 2 പ്രധാന അന്താരാഷ്ട്ര ഇടപാടുകളെ ഡൽഹി, ബാംഗ്ലൂർ എന്നിവിടെ നിന്ന് പോലീസ് പിടികൂടി. 2 പേരെ, എൻ്റെ തലവന്മാരെ 2 പേരെ പിടികൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി വിവരങ്ങൾ എങ്ങനെ അറിയിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മയക്കുമരുന്ന് വിൽപ്പനയെക്കുറിച്ചോ വിതരണത്തെക്കുറിച്ചോ ഉള്ള വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് പൂർണ്ണമായി രഹസ്യമായി പോലീസിനെ അറിയിക്കാം. നിങ്ങളുടെ ആരാണ് പറഞ്ഞത്, നിങ്ങളുടെ ഐഡന്റിറ്റി ഒന്നും വ്യക്തമാക്കില്ല എന്ന് ചുരുക്കം. വിവരങ്ങൾ നൽകുന്നവരുടെ പൊതുവിവരങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കും. ഓക്കെ, ഇനി ഫോൺ നമ്പറുകൾ ഏതൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 9497979797 അങ്ങനെ ഒരു നമ്പർ, 9497927797. ഞാൻ ഇവിടെ കൊടുക്കാം. പിന്നെ വാട്സപ്പിലൂടെ വേണമെങ്കിൽ നമുക്ക് ചാറ്റ് ചെയ്ത് നമുക്ക് പറയാം നിങ്ങളുടെ പ്രദേശത്ത് നടക്കുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികളെ കുറിച്ച്. ഓക്കെ, ഇതാണ് സംഭവം. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഞാൻ കൈയടിച്ച് പാസ്സാക്കുന്നു. ഞാൻ നിങ്ങളെല്ലായിടത്തും പറയുന്നത്, നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സൂചനയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരുത്തം കഞ്ചാവടി അല്ലെങ്കിൽ ഈ ഒരു വിൽപ്പന ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഈ ഒരു നമ്പറിലേക്ക്, ഈ തരുന്ന നമ്പറിലേക്ക് നിങ്ങൾ രഹസ്യ വിവരം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഐഡന്റിറ്റി ഒരിക്കലും എന്തില്ല പുറത്താകുകയുമില്ല. അവരെയൊക്കെ അകത്ത്, കാരണം ഇവരൊക്കെ ഇതിനകത്ത് കുറേ പേരൊക്കെ ഇതിന്റെ നിയമം ശക്തമല്ല എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇത് ഒരിക്കൽ പിന്നെ വിൽക്കുന്നവന് പിടിച്ചാലും അല്ലെങ്കിൽ ഉപയോഗിക്കുന്നവന് പിടിച്ചാലും വീണ്ടും അതിലേക്ക് തന്നെ പോകുന്നു എന്നുള്ളതാണ്. ഒരിക്കലും അവരതിൽ നിന്ന് മാറിപ്പോകുന്നില്ല എന്നുള്ളത് വലിയൊരു ഘടകമാണ് ഇതിനകത്ത്. ഒരു വിൽപ്പന നടത്തുന്ന ഒരാൾ, സെലിബ്രിറ്റീസ് ഉൾപ്പെടെയാണ്, ഈ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസ് കുറേ എണ്ണമുണ്ട് പെണ്ണുങ്ങൾ.
എവിടൊക്കെയാണ് ഈ നിരത്തി ഇത് കൊണ്ട് വിൽക്കുന്നത്? അവർ കൊണ്ടുപോകുന്നു, അറസ്റ്റ് ചെയ്യുന്നു. എത്ര തവണ നമ്മൾ വാർത്തയിട്ടു, വീണ്ടും അറസ്റ്റിൽ എന്ന്. ഒരിക്കൽ MDMA വിറ്റ് അകത്തായവൾ 1-2 മാസം കഴിയുമ്പോൾ വീണ്ടും ജാമ്യം കിട്ടുന്നു, വീണ്ടും അവൾ വീണ്ടും വിൽക്കുന്നു. അപ്പോൾ ഈ ഒരു നിയമം മാറ്റം, അതായത് ഈ അറസ്റ്റ് ചെയ്ത ആജീവനാന്തം ജയിലിൽ ഇടാനുള്ള ഒരു നിയമം കൊണ്ടുവരണം. അല്ലാതെ ഇപ്പോഴും ഇത് തന്നെ നമ്മളിപ്പോൾ കൊണ്ടുവന്ന് കേസ് കൊടുത്ത് അവരെ പിടിച്ചകത്തിട്ടാലും 2 മാസം കഴിഞ്ഞ് അവരെ വെളിയിറങ്ങിക്കഴിഞ്ഞാൽ കഴിക്കുന്നവൻ അല്ല, അത് ഉപയോഗിക്കുന്നവൻ അല്ല, അടിമപ്പെട്ടു പോയതിനാൽ ശരി, ഓക്കെ. ഇത് വിൽക്കുന്നവനെ നല്ല കടുത്ത ശിക്ഷ കൊടുത്താലേ മറ്റുള്ളവർ ഇത് ചെയ്യാതിരിക്കുള്ളൂ എന്നുള്ളതും കൂടി ഞാൻ പറയുകയാണ്. എന്തായാലും ഈ ഒരു സംഭവത്തെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായി കമന്റ് ചെയ്യാം. നമുക്ക് കാണാം. ജയ് ഹിന്ദ്.